നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ITC ലിമിറ്റഡും ITC ഹോട്ടലും തമ്മിലുള്ള ഡീമർജിനെ കുറിച്ചാണ്. ജൂൺ 2024 ITC ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലോടുകൂടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ അപ്രൂവൽ 2024 ഒക്ടോബറിൽ കിട്ടിയതോടെയാണ് ITC ലിമിറ്റഡും ITC ഹോട്ടലും ഡീമർജ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നത്. ഈ 2024 ഡിസംബർ 16 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. ജൂൺ 1 2025 ITCയും ITC ഹോട്ടലും ഡീമർജ് ആവും എന്നതിനെക്കുറിച്ച് പ്രഖ്യാപനം ഉണ്ടായി. ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെയാണ് ITC ഹോട്ടൽ കമ്പനി ITC ലിമിറ്റഡും ഡീമർജ് ചെയ്യുന്നത്. ഇതിലൂടെ ITC ഷെയർ ഹോൾഡേഴ്സിന് 10 ഷെയർ ITC ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് 1 ഷെയർ ITC ഹോട്ടൽ എന്ന ബേസിലായിട്ടാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. 10:1 10:1 എന്ന റേഷ്യോയിലാണ് ITC ഹോട്ടൽ ഡീമർജ് ചെയ്യുന്നത്. ഈ ITC ലിമിറ്റഡിന് നിലവിൽ ടൊബാക്കോ ബിസിനസ് അവർ മെയിനായിട്ടുള്ള ബിസിനസ്സാണ്. സിഗരറ്റ് ബിസിനസ്സാണ് അവരുടെ മെയിൻ ബിസിനസ്. അതുകൂടാതെ തന്നെ FMCGയിൽ നമ്പർ 2 പ്ലെയറാണ്. ഇന്ത്യയിൽ നമ്പർ 2 പ്ലെയേഴ്സാണ് FMCGയിലുള്ളത്. അതുകൂടെ ആഗ്രി ബിസിനസ് ഉണ്ട്, പാക്കേജിങ് ബിസിനസ് ഉണ്ട്. അതുകൂടാതെ തന്നെ അവർക്ക് IT സർവീസ് ഇൻഫർമേഷൻ ടെക്നോളജിയിലും ബിസിനസ് ഉള്ളതാണ്. അതുകൂടാതെ സെപ്പറേറ്റാണ് ഈ ഹോട്ടൽ ബിസിനസ്സിന് അവർ സെപ്പറേറ്റ് ആകുമ്പോൾ അവർക്ക് ഈ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഹോട്ടൽ ബിസിനസ്സിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർക്ക് പറ്റും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ ഡീമർജ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോക്കസ് ചെയ്തിട്ട് ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇത് ചെയ്യുമ്പോൾ തന്നെ ITC ഹോട്ടൽ ഡീമർജ് ചെയ്യുമ്പോൾ ITC ഹോട്ടൽ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യണതുകൊണ്ട് ഒരു റോയൽറ്റി ITC ലിമിറ്റഡിന് കൊടുക്കേണ്ടി വരും. ഈ നിലവിൽ ITC ഹോട്ടലിൽ ITC ലിമിറ്റഡിൽ 25% സ്റ്റേക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനിക്ക് ഉള്ളതുകൊണ്ട് അവർ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡീമർജ് വരുമ്പോൾ ITC ഹോട്ടൽ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റേക്ക് അവർ സെല്ല് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ITC ഹോട്ടൽ ഡീമർജ് ആകുമ്പോൾ അത് അതിൻ്റെ റേറ്റ് താഴെ പോകാനാണ്, ഈ സെല്ലിംഗ് പ്രഷർ കാരണം താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ. ITC സംബന്ധിച്ചോളം 465 രൂപ മാർക്കറ്റ് റേറ്റും 28.3 PE ആണ് റേഷ്യോ ആണ് ഉള്ളത്. ഈ ഡീമർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ പ്രൈസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറയാനും ഷെയർ പ്രൈസിൽ കറക്ഷൻ വരാനും താഴ്ച സ്വാഭാവികമായിട്ടും ഈ ഡീമർജ് ആവുന്നതുകൊണ്ട് സ്വല്പം താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ലോങ് ടേം സംബന്ധിച്ചോളം ITC ഹോട്ടൽ ഡീമർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ITCക്ക് വളരെ ഗുണമാണ്. ഷോർട്ട് ടേമിൽ അതിലൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ലോങ് ടേമിനെ സംബന്ധിച്ചോളം അത് കൂടുതലായിട്ട് ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഈ ITC ഡീമർജ് ചെയ്യുമ്പോൾ തന്നെ ITC ലിമിറ്റഡിന് 40% ITC ഹോട്ടലിൽ സ്റ്റേക്ക് ഉണ്ടാവും. ബാക്കി 60% സ്റ്റേക്കാണ് ഷെയർ ഹോൾഡേഴ്സിന് അവർ വീതിച്ച് നൽകുന്നത്. ITC ഹോട്ടലിനെ സംബന്ധിച്ചോളം നിലവിൽ 140 ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് 140 ഹോട്ടലുകളാണ് അവർക്കുള്ളത്. ഒരു 5 ഇയർ ഈ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 200 ഹോട്ടൽ ആക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് അവരുള്ളത്. അപ്പോൾ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ITCക്ക് EHI ഒബ്രോയ് ഹോട്ടൽസിൽ 60% സ്റ്റേക്ക് ഉള്ളതാണ്. അതുകൂടാതെ ലീല ഹോട്ടൽസിലും അവർക്കൊരു 7-8% സ്റ്റേക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഭാവിയിൽ ഈ ഹോട്ടലുകളെ ഒബ്രോയ് ഹോട്ടലിനെയും ഈ ലീല ഹോട്ടലിനെയും ഏറ്റെടുക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാവിയിലേക്ക് ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ കറക്ഷൻ വരികയാണെങ്കിൽ ഹോട്ടലിൽ ഈ സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ താഴെ പോവുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ITC സംബന്ധിച്ചോളം അവർക്ക് ഗവൺമെൻറ് ഇപ്പോൾ നിലവിൽ സിഗരറ്റിന് GST 28% ആണ്. അത് ഗവൺമെൻറ്റിൽ ഒരു 35% ആക്കാനുള്ളൊരു സജഷൻ വന്നിട്ടുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ആവും ഇല്ലയെന്നറിയില്ല. അങ്ങനെ ബൈ ചാൻസ് ആ ഒരു 35% ടാക്സ് സിഗരറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ
മാർക്കറ്റിൽ ITCയിൽ ഒരു 10% കറക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ITC ഒരിക്കലും സിഗരറ്റ് കമ്പനിയെ നോക്കാതെ ഒരു FMCG കമ്പനിയായിട്ട് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് നല്ലൊരു ഗ്രോത്ത് തരുന്ന ഒരു കമ്പനി ആയിരിക്കും. അവരുടെ സിഗരറ്റ് ബിസിനസ് കുറഞ്ഞാലും മറ്റുള്ള സെഗ്മെൻറ്റിൽ അവർ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ITC ഡീമർജിനെ കുറിച്ച്, ITC ഹോട്ടലിൻ്റെ ഡീമർജിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമേ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനാബിൾ ആക്കാനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലും നിങ്ങളുടെ അഡ്വൈസറുടെ സെബി രജിസ്റ്റേർഡ് അഡ്വൈസറോട് ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഏറ്റവും ഉചിതമായ തീരുമാനം. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.